ഈ വീടിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലയൻറ്റ് എന്നെ അപ്രോച്ച് ചെയ്യുന്നത് പുള്ളിക്കൊരു ഫ്രഞ്ച് സ്റ്റൈല് വീട് വേണമെന്നുള്ളതാണ്. ആൽബി എന്നാണ് പുള്ളിയുടെ പേര്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളും കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയി. കാരണം സാധാരണ ആൾക്കാർ പറയുമെങ്കിലും 100% അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ കോംപ്രമൈസ്ഡ് ആവും. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഫുൾ ഫ്രീഡം വന്നിട്ടുള്ളൊരു ഡിസൈനിങ് ഇതായിരുന്നു എൻ്റെ ക്ലയൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. പുള്ളിയുടെ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു കുറച്ച്. ഇത് ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒരു തീമിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. റൂംസിനകത്തേക്കൊന്നും ഫാനൊന്നും വേണ്ട, ഷാൻലിയേഴ്സ് മാത്രം മതി. ഇപ്പോൾ ഫ്ലോർ ചെയ്തിരിക്കുന്നത് നമ്മൾ വൈറ്റ് മാർബിളാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്താണ് അവിടെ നിന്ന് മാറ്റി ചെയ്തിട്ടെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വലിയ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ലൈറ്റും കാറ്റും ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വലിയ വിൻഡോസ്, പിന്നെ അത് നമുക്ക് കുറച്ചുകൂടി സ്പേഷ്യസ് ഫീൽ കിട്ടും. പൊതുവേ നമ്മൾ ഒരു 2 നില വീട് ചെയ്യുന്ന ആൾക്കാർ, 2 സ്റ്റോറി ബിൽഡിംഗ് ചെയ്യുന്ന ക്ലയൻസിൻ്റെ അടുത്ത് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യാറ് എവിടെയെങ്കിലും ഒരു ഏരിയ നമ്മൾ ഡബിൾ ഹൈറ്റ് ഏരിയ, ഫാമിലി ലിവിങ്ങോ ഡ്രോയിങ് റൂം പൊതുവേ കൊടുക്കൽ കുറവാണ്. അതൊരു ഡ്രോയിങ് റൂമിൽ എപ്പോഴും ഗസ്റ്റ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ മുകളിലുള്ള ബഹളമൊന്നും നമ്മൾ താഴേക്ക് കൊടുക്കണ്ട. പക്ഷേ നോർമലി ഫാമിലി ലിവിങ് ആണ് അഡ്വൈസബിൾ പ്ലേസ് ഒന്ന്. ഇവിടെ നമ്മൾ ഡ്രോയിങ് റൂം കൊടുത്തിട്ടുണ്ട്, ഡൈനിങ് ഏരിയ, പിന്നെ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റെയർ കേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട്സ് ഒന്നും ഇല്ലാത്ത രീതിയിലേക്ക് റൗണ്ട് സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എസ്തെറ്റിക്കിൻ്റെ കേസിൽ പറയുമ്പോൾ ഈ യൂറോപ്യൻ അങ്ങനത്തെ ഫ്രഞ്ച് സ്റ്റൈൽ വീടുകളൊക്കെ എപ്പോഴും നമ്മൾ സ്റ്റോൺ ക്ലാഡ് ചെയ്തിട്ട് കാണാറുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ചെയ്തിച്ചിൽ നമ്മളിതെല്ലാം ഡ്രൈ ക്ലാഡ്, വെറ്റ് ക്ലാഡ് അല്ല ചെയ്തിരിക്കുന്നത്, നമ്മളിവിടെ ഡ്രൈ ക്ലാഡിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ലീക്കേജസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ലെവലിൽ അറസ്റ്റ് ചെയ്ത് പോയിക്കോളും. ഇതുകൊണ്ട് വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്, നമുക്ക് കുറച്ച് ഹീറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അടുത്തൊരു ചലഞ്ച് ഉണ്ടായത് നമുക്ക് ഇതിൻ്റെ റൂഫിങ്ങിൻ്റെ ടൈൽ പാറ്റേൺസ്. അവിടെ യൂറോപ്പിൽ ഉപയോഗിക്കുന്ന ആ ടൈൽ ഇവിടെ അവൈലബിലിറ്റി ഇല്ല. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷേ നമ്മളതിൻ്റെ ആ പാറ്റേണുള്ള സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ട് തന്നെ എടുത്തിരുന്നത്. അത് വന്നോടാണ് ഇത് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയത്. നമ്മളൊരു വീട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? 1 കിച്ചൺ, 2 ബാത്റൂംസ്. അത് ഏറ്റവും ലക്ഷറിയസ് ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ നോക്കും. ഇവിടെ നമ്മൾ കിച്ചൺ ചെയ്തിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കിച്ചൺസ് ആണ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ ഓപ്പൺ കിച്ചൺ ആയിട്ടുള്ള ഈ പോർഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇൻസൈഡ് കാർ കേസുകളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലും ഫ്രണ്ടിൽ ട്രീറ്റഡ് വുഡ് വെച്ചിട്ടുള്ള ആ കൊളോണിയൽ സ്റ്റൈൽ കൊണ്ടുവരാനുള്ളൊരു രീതിയിലേക്കാണ് നമ്മൾ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയ നമ്മൾ 100% സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ബാത്റൂം, നമ്മളെപ്പോഴും റിംലെസ് ക്ലോസറ്റ്സ് ആയിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മൾ ടാബ്സൊക്കെ സെലക്ട് ചെയ്യുന്നു. മിക്കവാറും നമ്മളൊരു വോളി എന്നുള്ള ടാപ്പൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. ഷവർ ഇവിടെ നമ്മൾ ബോഡി ജെറ്റ്സ് വെച്ചിട്ടുണ്ട്, ഷോൾഡർ ഷവറൊക്കെ വെച്ചിട്ടുണ്ട് ബാത്റൂമിൽ. ഒരു നല്ല ലക്ഷറി ബാത്റൂം തന്നെയാണത്. ടബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കാരണം ടബ് അവരുടെ റിക്വയർമെൻ്റ് ആയിരുന്നു. പിന്നെ സാനിറ്ററി വെയർസ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഡ്യൂറാവിറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അത് മോർ ദാൻ 200 years ലെഗസി ഉള്ളൊരു കമ്പനിയാണത്. ജർമ്മൻ പ്രോഡക്റ്റാണ്. കാണാനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ആ കർവ് ഷേപ്പൊക്കെ ഉള്ളൊരു ഫീച്ചർ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കത് ഡ്യൂറാവിറ്റിയിൽ നിന്ന് കിട്ടിയിരുന്നു. ഫിറ്റിങ്സ് പോയ സമയത്ത് നമ്മൾ ഇതുപോലെ നമുക്ക് ഡിസൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്ക് ഡെൽറ്റയിൽ നല്ല കുറച്ച് മോഡൽസ് കിട്ടിയിരുന്നു. സർവീസും അവരുടെ വലിയ കുഴപ്പമില്ലെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ ഓപ്റ്റ് ചെയ്ത് പോയി. ഈ വീട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റ് 1 year നമ്മൾ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഇത്രയും ഉള്ളൊരു ഏകദേശം 10,000 square feet ഉള്ള വീടാണിത്. 1 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് വളരെ വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതിന് ഞാൻ എൻ്റെ ടീമിനെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. അഫ്കോഴ്സ് ടീമിനെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്തൊരു കാര്യമില്ല, ക്ലയൻറ്റിനെ. ഒരു വീട് തീർക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സൈഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ആൽബി എനിക്ക് വളരെ കംഫർട്ടായിട്ട് ചെയ്തു തന്നു. ഞാൻ ഇതിനകത്തുള്ള ഓരോ ഫർണിച്ചറും ഹാൻഡ് പിക്ഡാണ്. നമ്മൾ പോയിട്ട് പുറത്ത് പോയി ഇപ്പോൾ സെലക്ഷൻ ചെയ്തിരുന്നു. നമ്മൾ കുറേ പ്രോഡക്റ്റ് നമ്മൾ ചൈനയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, കുറേ സാധനം ദുബായിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാർബിളാണെങ്കിൽ ഇതെല്ലാം പ്രീ പോളിഷ്ഡ് മാർബിളാണ്, 20 mm തിക്നെസ് ഉള്ള. ഈവൻ ഇതിൻ്റെ ബാത്റൂംസ് അടക്കം നമ്മളുടെ ഇറ്റാലിയൻ മാർബിളാണ്. ഈ വീടിൻ്റെ ഒരു ഡിസൈനിൽ വേറൊരു രസകരമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഈ എലിവേഷൻ ഫീച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ റൂഫിൽ പൊന്നിച്ചപ്പോൾ നമുക്ക് കുറച്ച് ഹൈറ്റുള്ള ഏരിയ കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഏരിയ കൺവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു റിലാക്സ് ചെയ്യാൻ ഒരു വെൽനസ് ഏരിയ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. അവിടെ നമ്മളൊരു നല്ലൊരു ജോക്കസി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്റ്റീമും സോണയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് റൂം കൊടുത്തിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി ഒരു വീട് ചെയ്ത് കഴിയുമ്പോൾ
കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ കുറേ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നത്, പക്ഷേ വീട് എപ്പോഴും വീടാണ്. കാരണം ഒരാളുടെ ലൈഫിൽ അയാളൊരു വീടേ ചെയ്യുന്നുണ്ടാവുള്ളൂ. ആ വീടിന് നമുക്ക് അതുപോലത്തെ ഒരു കെയർ കൊടുത്ത്, പ്രത്യേകിച്ച് ഈ വീടിൻ്റെ കേസിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലയൻറ്റും ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കണം. ഹാപ്പിയാണ്. ഒരു 1 ഇയറിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ഹൗസ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വീട്. ഐ എം വെരി ഹാപ്പി.